അപ്പോൾ വയനാട്ടിൽ നിന്ന് നമുക്കൊന്ന് ചുരത്തിലേക്ക് വന്നാലോ? ശരി. അപ്പോൾ ചുരത്തിലേക്ക് വരുമ്പോൾ അവിടെ താമരശ്ശേരി ചുരത്തിൽ വീണ്ടും ലോറി കുടുങ്ങി. ചുരത്തിൽ വൻ ഗതാഗത കുരുക്കാണ് ഈ സമയമുള്ളത്. 4-ാം വളവ് മുതൽ ലക്കിടി വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. നന്ദുഷ വിശദാംശങ്ങൾ നൽകും. ക്ഷമിക്കണം, നന്ദഗോപാൽ വിശദാംശങ്ങളുമായി ചേരുന്നു. നന്ദു, ഗുഡ് മോർണിംഗ്. ഈ ഇടക്കാലത്ത് ചെറിയൊരു ആശ്വാസമുണ്ടായിരുന്നു ചുരത്തിലെ ഈ ഗതാഗത കുരുക്കിന്. ഇപ്പോൾ വീണ്ടും ഒരു വലിയ ഗതാഗത കുരുക്കുണ്ടാകാനുള്ള കാരണം എന്താണ്? വേഗത്തിൽ പരിഹരിക്കാവുന്ന ഒന്നാണോ? നടപടികൾ എങ്ങനെ തുടരുന്നുണ്ട് അവിടെ? സേഫു ജിൽസ്, ഗുഡ് മോർണിംഗ്. ചുരത്തിൽ വീണ്ടും ഒരു ഗതാഗത കുരുക്ക് ഉണ്ടായിരിക്കുകയാണ്. ഇത്തവണയും ഒരു ലോറി ചുരത്തിൽ കുടുങ്ങിയതാണ് ഇവിടെ പ്രശ്നമായി തുടരുന്നത്. നേരത്തെയും പല തവണയായി ലോറികൾ ചുരത്തിൽ കുടുങ്ങുന്നത് വലിയ പ്രതിസന്ധി മറ്റ് യാത്രക്കാർക്ക് സൃഷ്ടിച്ചിരുന്നു. പ്രത്യേകിച്ചും ഈ ലോറിയിൽ ഡീസൽ ഉൾപ്പെടെ ശ്രദ്ധിക്കാതെയാണ് ലോറി ഡ്രൈവർമാർ ഈ ചുരം കയറ്റുക. അങ്ങനെ ലോറി ഇവിടെ കുടുങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പക്ഷേ ഇത്തവണ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. പുലർച്ചെ 4 മണിക്കാണ് ഇവിടെ ലോറി കുടുങ്ങിയിട്ടുള്ളത്. നിലവിൽ 7-ാം വളവിൽ ലോറി കുടുങ്ങിയിട്ടുണ്ട്. 4-ാം വളവ് മുതൽ ലക്കിടി വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. പക്ഷേ നേരത്തെ മുതൽ അവിടേക്ക് മെക്കാനിക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ലോറിയുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ലോറി ഇവിടെ നിന്നും മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് അറിയിച്ചത്. പക്ഷേ ഈ ലോറി മാറ്റിയാൽ പോലും നിലവിൽ ഇവിടെ തുടരുന്ന ഈ ഗതാഗത കുരുക്ക് അത് പൂർണ്ണമായും പരിഹരിച്ചു പോകാൻ ഇനിയും സമയം ആവശ്യമായി വരേണ്ടതുണ്ട്. അതുകൊണ്ട് അടിവാരത്തു നിന്നുൾപ്പെടെ പോലീസ് അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഗതാഗത കുരുക്ക് പരിഹരിക്കാനുള്ള നടപടികൾ കൂടി ഈ ഘട്ടത്തിൽ അവിടെ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ആ ചുരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കട്ടെ. എന്ന് തീരും ഈ ബ്ലോക്ക് എന്നാണ് നവാസ് ചോദിക്കുന്നത്. പണ്ടൊക്കെ എല്ലാവരും അവധി കിട്ടുമ്പോൾ ഓടി കയറുന്നത് വയനാട്ടിലേക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ചുരത്തിലെ ബ്ലോക്ക് കാരണം എല്ലാവർക്കും പേടിയുണ്ട്. സമയത്ത് തിരിച്ചു വയനാട് വഴി യാത്ര ചെയ്യാൻ ഒരുങ്ങുന്ന യാത്രക്കാർക്കുള്ള ഒരു അറിയിപ്പ് കൂടിയാണ്. വലിയ ബ്ലോക്കാണ് ഇപ്പോൾ ചുരത്തിലുള്ളത്.